ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതിനെ ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നിരാശയുടെ ഒരു വാക്കാണ്. ഒരു മുക്കുവ തൊഴിലാളിയായ ഒരു മനുഷ്യൻ്റെ നിരാശയുടെ വാക്കുകൾ. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഉപജീവന മാർഗത്തിൽ വന്നതായ ഒരു നിരാശ. ഇത് പറയുന്നത് ശീമോനാണ്. കർത്താവിൻ്റെ ശിഷ്യനായി തീർന്ന, പത്രോസ്ലീഹായായി തീർന്ന യോഹന്നാൻ്റെ മകനായ ശീമോൻ. ആ ശീമോൻ്റെ ജീവിതത്തിൽ വലിയ ഒരു നിരാശയുടെ സാഹചര്യം വരികയാണ്. ഇന്ന് അനേകർ അങ്ങനെയാണ്, നിരാശപ്പെട്ടാണ് ഇരിക്കുന്നത്. അനേകർ തളർന്നാണ് ഇരിക്കുന്നത്. പലതരത്തിലുള്ളതായ വിഷയങ്ങളിൽ അകപ്പെട്ട്, ഭാരപ്പെട്ട്, ഞെരുങ്ങി, നിരാശയോടെ, കണ്ണുനീരോടെ ഇരിക്കുന്നവരാണ് അനേകർ. ഇന്ന് മനുഷ്യ ജീവിതം അങ്ങനെയാണ്. എല്ലാവരും തന്നെ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നാം കണ്ണുനീരോടും ഞെരുക്കത്തോടും നിരാശയോടും സങ്കടത്തോടും വ്യാകുലത്തോടും വെപ്രാളത്തോടും നാളെ എന്താകുമെന്നുള്ളതായ ആശങ്കയോടും കൂടെ നിരാശപ്പെട്ടിരിക്കുന്നതായ നമ്മുടെ ഈ ഇരിപ്പ് കാണുന്നവനായ ഒരു ദൈവമുണ്ട്. നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മെ അറിയുന്നവനായൊരു ദൈവമുണ്ട്. നമ്മുടെ ശരിയായ അവസ്ഥ അതായിരിക്കുന്നത് പോലെ അറിയുന്നവനായ ഒരു ക്രിസ്തുവുണ്ട്. മാത്രമല്ല, നമ്മെ വിടുവിക്കുന്നവനായൊരു ദൈവമുണ്ട്. നമ്മുടെ ഞെരുക്കത്തിൽ നിന്നും, നമ്മുടെ കഷ്ടതയിൽ നിന്നും, നമ്മുടെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ വേദനയിൽ നിന്നും, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ സത്യമായിട്ടൊരു ദൈവം ജീവിക്കുന്നുണ്ട്. നാം അത് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഏതെല്ലാം പ്രതിസന്ധികൾ കൂടിയാണ് കടന്നു പോകുന്നതെന്നിരിക്കട്ടെ, പക്ഷേ നമ്മെ സഹായിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നമുക്കൊരു പരിഹാരം തരുവാൻ സത്യമായിട്ടും ഒരു ജീവനുള്ള ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതലതായ വാക്യം നാം വായിക്കുമ്പോൾ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മെ അറിയുന്നവനായൊരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടത കാണുന്നൊരു ദൈവം, നമ്മുടെ ഞെരുക്കം കാണുന്നൊരു ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്നവനായൊരു ദൈവം, സത്യമായിട്ടൊരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതലതായ ചില വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്. ഒരു വിശ്വാസിയുടെ, ഒരു ദൈവവൈതലിൻ്റെ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൻ്റെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട സഹോദര, നീ ഇന്ന് കഷ്ടതയുടെ നടുവിൽ കൂടിയാണോ കടന്നു പോകുന്നത്? നീ ഇന്ന് വേദനാജനകമായ സാഹചര്യങ്ങൾ കൂടിയാണോ നിന്റെ ജീവിതയാത്ര മുമ്പോട്ട് പോകുന്നത്? എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ഹൃദയവ്യഥയോടുകൂടിയാണോ നീ ജീവിക്കുന്നത്? നിന്റെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഈ കഷ്ടതയുടെ നിലവിളി സ്വർഗത്തിലെ ജീവനുള്ള ദൈവം കേൾക്കുന്നുണ്ട്. പാവം ഇസ്രായേൽ മക്കൾ അറിയുന്നില്ല, ഞങ്ങളുടെ ഈ കഷ്ടതയും ഞങ്ങളുടെ ഈ നിലവിളിയും സ്വർഗത്തിലെ ദൈവം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ജീവനുള്ള ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. മകനെ, നിൻ്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. അതിന് പരിഹാരം തരുന്നൊരു ദൈവമുണ്ട്. അതിന് പരിഹാരം തരുവാൻ നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനായ ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. നിന്റെ നിരാശ മാറ്റിത്തരുവാൻ, നിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിനക്ക് അനുകൂലമാക്കി തരുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ കരകയറ്റുവാൻ, നീ ആയിരിക്കുന്നതായ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നിനക്കൊരു നല്ല ഭാവി തരുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിന്റെ കഷ്ടത കാണുന്നൊരു ദൈവം, നിന്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവം. ഒരുപക്ഷെ നീ ചിന്തിക്കും, എൻ്റെ കണ്ണുനീര് കാണാൻ ആരുമില്ലല്ലോ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിയാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ലല്ലോ, എനിക്കൊരു ഒത്താശ തരാൻ ആരുമില്ലല്ലോ, ഞാൻ ഏകാഗിയാണല്ലോ, ഞാനൊരു അനാഥനാണല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ എനിക്കൊരു നല്ല വാക്ക് പറയാൻ ആരുമില്ലല്ലോ എന്ന് ഒരുപക്ഷെ സഹോദര നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നിൻ്റെ കഷ്ടത അതായിരിക്കുന്ന അവസ്ഥയിൽ അറിയുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. നിൻ്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. പിന്നെ ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. സഹോദരാ, നിന്റെ സങ്കടം അറിയുന്നൊരു ദൈവമുണ്ട്.
നിന്റെ സങ്കടങ്ങൾ, നിന്റെ ഹൃദയത്തിലെ ദുഃഖങ്ങൾ, നിന്റെ ഹൃദയത്തിലെ ദുഃഖഭാവങ്ങൾ, നിന്റെ 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 ജീവിതത്തിൻ്റെ ആ സ്വകാര്യ ദുഃഖങ്ങൾ, ആ സ്വകാര്യ വേദനകൾ, സഹോദരൻ, അറിയുന്നവനായൊരു ദൈവമുണ്ട്. നിന്റെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ സങ്കടം കാണുന്നൊരു ദൈവമുണ്ട്. നീ ആ ദൈവത്തിൽ വിശ്വസിക്കൂ. നീ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കൂ. ആ ജീവനുള്ള ക്രിസ്തുവിൽ നീ ആശ്രയിക്കൂ. നിന്റെ വേദനാ വിഷയങ്ങളെല്ലാം നീ യേശുവിനോട് തുറന്നു പറയൂ. ഈ ഭൂമിയിൽ ഒരുപക്ഷെ നിന്റെ ഹൃദയം തുറക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലായിരിക്കാം. ഒരു വിശ്വസ്തനെന്ന് തോന്നുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരാരുമില്ല എന്നൊരു പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ നിന്റെ വേദനാ വിഷയങ്ങളെല്ലാം തുറന്നു പറയാൻ മതിയായവനായ ഒരു ക്രിസ്തുവുണ്ട്. എല്ലാം കേൾക്കാൻ, ശാന്തതയോടെ കേൾക്കുവാൻ മനസ്സുള്ളവനായ ഒരു ജീവനുള്ള ദൈവമുണ്ട്. മകനെ, നിന്റെ വേദനകൾ അവൻ്റെ മുമ്പിൽ പകരുക. അവൻ്റെ തൃപ്പാദത്തിൽ നീ ഇറക്കി വയ്ക്കുക. നിന്റെ വേദനാ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ. നിന്റെ മക്കളെക്കുറിച്ചാണോ നീ വേദനിക്കുന്നത്? അവരുടെ ഭാവിയെക്കുറിച്ചാണോ നീ വേദനിക്കുന്നത്? കടബാധ്യതയെക്കുറിച്ചാണോ നീ നൊമ്പരപ്പെടുന്നത്? നിന്റെ ജീവിതത്തിൽ മാറാ രോഗത്തെക്കുറിച്ചാണോ നീ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ സങ്കടം കാണാൻ ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ കഷ്ടത അറിയുന്നൊരു ദൈവമുണ്ട്. അടുത്ത വാക്യം എന്താണ്? അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും. പ്രിയപ്പെട്ട സഹോദര, നീ ഇന്നായിരിക്കുന്ന കഷ്ടതയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നിന്റെ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുവാനും, ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവിയർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവവേദലേ, നിന്റെ വേദനകളും നിന്റെ കഷ്ടതകളും മാറ്റി ഒരു സ്വർഗീയ കനാൻ നിനക്ക് തരുവാൻ ഇതാ ജീവനുള്ളതും ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ ജീവന്റെ വചനം നിന്റെ ചെവിയിൽ എത്തുമ്പോൾ യേശു നിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. എന്തിനാണ് അവൻ നിന്റെ അരികിൽ വന്ന് നിൽക്കുന്നത്? നിന്റെ കഷ്ടത മാറ്റുവാനാണ്, നിന്റെ ദുരിതം അകറ്റുവാനാണ്, നിന്റെ സങ്കടം അകറ്റുവാനാണ്, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനാണ്. ഈ സങ്കടദേശത്ത് നിന്ന്, ഈ ദുരിത ഭൂമിയിൽ നിന്ന് നിന്നെ പാലും തേനുകളും ഒഴുകുന്ന ആ സ്വർഗീയ കനാനിലേക്ക് നിന്നെ കൊണ്ടുപോകുവാനാണ് യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവം, ഇതിനെ നീ അറിയുന്നുണ്ടോ? ഇത് നിന്റെ അരികത്ത് യേശു വന്നിരിക്കുന്നത് നീ അറിയുന്നുണ്ടോ? നിന്റെ സങ്കടങ്ങളെല്ലാം നിനക്ക് യേശുവിനോട് പറയാം. ഈ ഭൂമിയിൽ ആരോട് പറഞ്ഞിട്ടും പ്രയോജനമില്ലാത്ത ചില സങ്കട വിഷയങ്ങൾ, പക്ഷെ നീ യേശുവിനോട് പറയൂ. നീ യേശുവിനെ അറിയിക്കൂ നിന്റെ വേദന, നീ യേശുവിനെ അറിയിക്കൂ നിന്റെ സങ്കടം, നിന്റെ ദുഃഖം എന്തുമായിക്കൊള്ളട്ടെ. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. നിന്റെ കരം ഈ പ്രശ്നത്തിലൊന്ന് വയ്ക്കണമേ. നിന്റെ കരമൊന്ന് നീട്ടണമേ. നീ ഒന്ന് പ്രവർത്തിക്കണമേ. സഹോദര, നീ വേദനയോടെ നിലവിളിച്ചാൽ സ്വന്തം ജനത്തിനു വേണ്ടി തൻ്റെ ജനത്തെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു നിന്റെ അരികിൽ വന്നു നിൽക്കുകയാണ്. നീ അവൻ്റെ മുഖത്തേക്ക് നോക്കൂ, അവൻ നിന്നെ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടം കാണുകയും നമ്മുടെ വേദന അറിയുകയും നമ്മുടെ ദുഃഖം കാണുകയും നമ്മുടെ കണ്ണുനീര് കാണുകയും അതിന് പരിഹാരം തരികയും ചെയ്യുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. ഇന്ന് അനേകർ ദുഃഖിച്ച് കഴിയുകയാണ്. ഇന്ന് അനേകർ വേദനപ്പെട്ട് കഴിയുകയാണ്. ഇന്ന് നിരാശപ്പെട്ടിരിക്കുകയാണ് അനേകർ. ഇവിടെ ശീമോൻ പത്രോസ് അന്ന് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഉപജീവനത്തിനുള്ളതായിട്ട് ഒന്നും കയ്യിൽ കിട്ടിയില്ല. അതാണ് ശീമോൻ പത്രോസ് കർത്താവിനോട് പറയുന്നത്. നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. വളരെ നിരാശയോടെ യേശുവിനോട് ശീമോൻ പത്രോസ് പറയുകയാണ്, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞാൻ അധ്വാനിക്കേണ്ടതെല്ലാം ചെയ്തു, പക്ഷേ ഒന്നും കിട്ടിയില്ല കർത്താവേ. നിരാശയോടിരിക്കുകയാണ്. ഉപജീവന മാർഗത്തെ ഓർത്ത്, നാളെയെ ഓർത്ത്, കുടുംബം പുലർത്തുന്നതിനെ ഓർത്ത്, മക്കളുടെ ഭാവിയോർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനുള്ള ക്രിസ്തു നമ്മോട് എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ളതായ ചില വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. നമ്മുടെ ജീവനുള്ള ക്രിസ്തു നമ്മോട് എന്താണ് കൽപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. ജീവനുള്ള കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ. അവിടെ സന്തോഷത്തോടെ ഉല്ലസിച്ച് പറന്ന് നടക്കുന്ന പറവകളെ നിങ്ങൾ കാണുന്നില്ലേ? ഒന്നുകൂടെ വായിക്കാമോ വാക്യം? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. ആകാശത്തിൽ സന്തോഷത്തോടെ നടക്കുന്ന പറവകളെ നിങ്ങൾ നോക്കുവീൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല. അവർക്ക് കളപ്പുരകളില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. എങ്കിലും ആ പറവകളെ പുലർത്തുന്നവനായൊരു ദൈവമുണ്ട്. മകനെ, ആകാശത്തിലെ പറവകളെ നീ ഒന്ന് നോക്ക്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവർക്ക് പാണ്ഡികശാലകളില്ല, അവർക്ക് കൂട്ടിവെക്കുന്നില്ല, അവർ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളില്ല. പക്ഷേ അവരെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്, അവരെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമല്ലേ നിന്നെയും സൃഷ്ടിച്ചത്, ആ ദൈവമല്ലേ നിന്റെയും സൃഷ്ടാവ്. അവർക്കൊന്നിനെ കുറിച്ച് നിരാശയില്ല, അവർക്ക് ഭാരമില്ല. നാളെ ഓർത്ത് പറവകൾ നിരാശപ്പെടുന്നില്ല, നാളെ ആകുലങ്ങൾ ഓർത്ത് അവർ ആത്മഹത്യ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ട സഹോദര, നിന്നെ പുലർത്താനൊരു ദൈവമുണ്ട്. ഈ ഭൂമിയിലെ പറവകളെയും പക്ഷികളെയും പുലർത്തുന്ന ആ ജീവനുള്ള ദൈവം നിന്നെയും പുലർത്താൻ മതിയായവനല്ലേ? നീ ആ യേശുവിൽ വിശ്വസിക്കുക. പിന്നെ
അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? കർത്താവ് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ആ പറവകളെക്കാൾ നിങ്ങൾ വിശേഷത ഉള്ളവരല്ലേ? എൻ്റെ സ്വരൂപത്തിലും എൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച എൻ്റെ മോഹന സൃഷ്ടിയായ പ്രിയപ്പെട്ട മകനെ, ഈ ഭൂമിയിലെ പറവകളെക്കാൾ നീ വിശേഷതയുള്ളവനല്ലേ? അങ്ങനെയെങ്കിൽ നിന്നെ പോറ്റാൻ ഞാൻ ശക്തനല്ലേ? പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, നാം വിചാരപ്പെട്ട് ടെൻഷൻ അടിച്ച് ഭാരപ്പെട്ട് നാം എന്തെല്ലാം ചെയ്താലും നമ്മുടെ നീളത്തോട് ഒരു മുഴം നീളം കൂട്ടുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. നാം ടെൻഷൻ അടിച്ചിങ്ങനെ കഴിയണ്ട പ്രിയപ്പെട്ടവരെ. നാം നിരാശപ്പെട്ട് കഴിയണ്ട. നാം ഭാരപ്പെട്ട് ഈ ഭാരവും ചുമന്ന് നാം ജീവിക്കേണ്ട. നമ്മുടെ ആയുസ് ഇങ്ങനെ കഴിയേണ്ട. നമ്മെ കരുതുവാനും നമ്മെ പോറ്റുവാനും നമ്മെ പുലർത്തുവാനും നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു ഉടയവനുണ്ട്. നിങ്ങൾ അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ, നിങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുവീൻ, അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പീൻ. പിന്നെ വീണ്ടും കർത്താവ് എന്താണ് പറയുന്നത്? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നുവെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ശലോമോനേക്കാൾ ഭംഗിയുള്ളതായ താമരയെ നോക്കുവിനെന്നാണ് ദൈവം പറയുന്നത്. അവരൊന്നും ചെയ്യുന്നില്ല, അവർ അധ്വാനിക്കുന്നില്ല, പക്ഷേ അവരെ പോറ്റി പുലർത്തുന്നവനായൊരു ദൈവമുണ്ട്. അടുത്ത വാക്യം: ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ, വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം പോറ്റി പുലർത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. ഈ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കാര്യം ആര് നോക്കുമെന്ന് നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളെ പോറ്റാനൊരു ദൈവമുണ്ട്, നിങ്ങളെ നടത്താനൊരു ദൈവമുണ്ട്. നിങ്ങളവനിൽ വിശ്വസിക്കുമോ? നിങ്ങളവനിൽ ആശ്രയിക്കുമോ? നിങ്ങളവൻ്റെ പാദപീഠത്തിലേക്ക് വരുമോ? നിങ്ങളുടെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കുമോ? നിങ്ങളവനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ നീ അവനെ സ്വീകരിക്കുമോ? നിങ്ങളുടെ ജീവിതം അവൻ്റെ പാദത്തിൽ അർപ്പണം ചെയ്യുമോ? അവൻ്റെ പൈതലായി നീ ജീവിക്കുമോ? അവന് വേണ്ടി നിന്റെ ഭാവി വേർതിരിക്കുമോ? നിന്നെ നടത്താനൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. നിന്നെ നടത്താനൊരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. ദാവീദ് പറയുകയാണ്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട ദൈവം, ഇതിലെ നീ ഒരു നീതിമാനായിട്ട് നിന്നാൽ, നീ ഒരു വിശുദ്ധനായിട്ട് നിന്നാൽ, നിന്നെയും നിന്റെ തലമുറകളെയും പോറ്റി പുലർത്തുവാൻ ഈ ജീവനുള്ള ക്രിസ്തു മതിയായവനാണ്. ദാവീദ് അനുഭവിച്ചുകൊണ്ടാണത് പറയുന്നത്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്നാണ് ദാവീദിൻ്റെ അനുഭവ സാക്ഷ്യം. ബാലസിംഹങ്ങൾ ഒരുപക്ഷെ വിശന്നു കിടന്നേക്കാം, പക്ഷേ ദൈവ കുഞ്ഞുങ്ങൾ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവർ വിശന്നു കിടക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ദൈവം ഇതിലെ നിന്റെ അനുഭവമല്ലേ ഇത്? നീ അനുഭവിക്കുന്ന സത്യമല്ലേ ഇത്? നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും നന്മ മുടങ്ങിയോ? ദൈവം നിന്നെ മറന്നു കളഞ്ഞോ? ആവശ്യ രംഗങ്ങൾ വന്നപ്പോൾ നീ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ നിന്നെ സഹായിച്ചിട്ടില്ലേ? അവൻ നിന്നെ സഹായിക്കാൻ ഇറങ്ങി വന്നിട്ടില്ലേ? നിന്റെ കണ്ണുനീരവൻ തുടച്ചിട്ടില്ലേ? നിന്റെ രോഗം അവൻ സൗഖ്യമാക്കി തന്നിട്ടില്ലേ? നിന്റെ മക്കളുടെ കാര്യം അവൻ നോക്കിയിട്ടില്ലേ? ഈ ദൈവം വിശ്വസ്തനല്ലേ? പിന്നെ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? ശീമോൻ പത്രോസ് പറയുകയാണ്, നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല കർത്താവേ. നിസ്സഹായനായി, നിരാശനായി കർത്താവിന് മുമ്പിൽ നിന്ന് ശീമോൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിരാശപ്പെട്ടിരിക്കുന്ന ശീമോൻ്റെ നിരാശ എങ്ങനെയാണ് മാറിയത്? 5-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. ശീമോന്റെ പടകിലേക്ക് ജീവനുള്ള ക്രിസ്തു അവൻ്റെ കാലെടുത്ത് വെച്ച് ആ പടകിലേക്ക് കടന്നു വരികയാണ്. അവിടെ ശീമോന്റെ അനുഗ്രഹം ആരംഭിക്കുകയാണ്. അനുഗ്രഹത്തിന് നാന്ദി കുറിക്കുകയാണ്. അവിടെ ശീമോന്റെ പടകിലേക്ക് വലിയവനായ ദൈവം, സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം കാലെടുത്ത് വെച്ച് കയറി വരികയാണ് ശീമോന്റെ പടകിലേക്ക്. ശീമോന്റെ അനുഗ്രഹം കൂടെ ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ,
നിങ്ങളുടെ ജീവിതമാകുന്ന പടകിലേക്ക് ഈ ക്രിസ്തു കടന്നു വന്നതായ ഒരു അനുഭവം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ജീവിത പടകിലേക്ക് യേശു കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിത പടക് യേശുവിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വന്നിട്ടുണ്ടോ? യേശുവിനെ നിങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പടകിൻ്റെ അമരക്കാരൻ യേശുവാണോ? ഈ ജീവിത പടക് നിയന്ത്രിക്കുന്നത് യേശുവാണോ? ഈ ജീവിത പടകിൽ യേശുവുണ്ടോ? ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുക. എൻ്റെ ജീവിതമാകുന്ന പടകിൽ യേശു ഇപ്പോൾ വസിക്കുന്നുണ്ടോ? ഈ പടകിലേക്ക് യേശു എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? എൻ്റെ നാഥനായി, എൻ്റെ ഉടയവനായി, എൻ്റെ ഉടമസ്ഥനായി, എൻ്റെ രക്ഷകർത്താവായി, എൻ്റെ യജമാനനായി, എൻ്റെ അരുമ മണവാളനായി എൻ്റെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നിട്ടുണ്ടോ? ശീമോൻ്റെ പടകിലേക്ക് യേശു കാലെടുത്ത് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവവേദലേ, നിന്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കാലുമെടുത്ത് ആ തൃപ്പാദം വെച്ചുകൊണ്ട് അവൻ കയറി വന്നാൽ അത് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിത പടകിലേക്ക് എൻ്റെ 22-ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തു എഴുന്നള്ളി വന്നത്. ഈ ജീവിത പടക് ഞാനവന് വിട്ടുകൊടുത്തു എൻ്റെ 22-ാമത്തെ വയസ്സിൽ. അല്ല, ഞാൻ വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു ക്രിസ്തു സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ജീവിത പടകിലേക്ക് അവൻ കടന്നു വന്നു. അവൻ എന്നെ അനുഗ്രഹിച്ചു. അവൻ എൻ്റെ ഈ പടകിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. അവൻ ഇത്രയും കാലം ഈ ജീവിതമാകുന്ന പടക് അവൻ നിയന്ത്രിച്ചു കൊണ്ടുവന്നു. അവൻ ജീവിതത്തിൽ കാറ്റും കോളും വന്നിട്ടുണ്ട്. ഈ ജീവിതമാകുന്ന പടകിൽ, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ കൂടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ അനേക കൊടുങ്കാറ്റുകൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു എൻ്റെ ജീവിതമാകുന്ന പടകിൽ അമരക്കാരനായി ഇരുന്ന് കാറ്റിനെയും കോളിനെയും എല്ലാം ശാന്തമാക്കി ഈ നിമിഷം വരെ അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ പിടിച്ച് അവൻ എന്നെ വഴി നടത്തി. ഞാൻ എൻ്റെ യേശുവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. ജീവിത പടകിൽ ഇതുവരെയും യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പടകിലേക്ക് കയറുവാൻ ആഗ്രഹത്തോടെ, ആവേശത്തോടെ, കൊതിയോടെ നിൽക്കുന്ന യേശു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. ശീമോൻ്റെ പടകിലേക്ക് യേശു ക്രിസ്തു എഴുന്നള്ളി വന്നു എന്നാണ് നാം വായിക്കുന്നത്. വീണ്ടും അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ പടകിലേക്ക് യേശു ക്രിസ്തു കാലെടുത്ത് വയ്ക്കുകയാണ്. അവിടെ നിന്ന് കരയിൽ വന്നുകൂടിയിരിക്കുന്ന ജനത്തോട് യേശു ക്രിസ്തു സംസാരിക്കുകയാണ്. മകനെ, നിന്നിൽ നിന്നുകൊണ്ട് യേശുവിന് അവൻ്റെ വചനം പറയാൻ ആഗ്രഹമുണ്ട്. അവൻ്റെ വേല നിർവഹിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ ജീവിത പടകൊന്ന് വിട്ടുകൊടുക്കാമോ? പ്രിയപ്പെട്ട യൗവനക്കാര, നിന്റെ ജീവിതം യേശുവിൻ്റെ വേലയ്ക്കൊന്ന് സമർപ്പിക്കാമോ? യേശുവിൻ്റെ വചനം പറയാൻ നിന്റെ ആയുസ്സൊന്ന് വിട്ടുകൊടുക്കാമോ? യേശു നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിന്റെ പടകിലേക്ക് യേശുവിനൊന്ന് ക്ഷണിക്കാൻ യേശു നോക്കി നിൽക്കുകയാണ്. ശീമോൻ്റെ പടകിൽ നിന്നുകൊണ്ട് യേശു പുരുഷാരത്തോട് സംസാരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവ് ശീമോനോട് പറയുകയാണ്, ശീമോനെ, നിന്റെ ഈ പടക് ഒരു അല്പം ഒന്ന് നീക്കാമോ? ആഴത്തിലേക്ക് നീക്കാൻ കർത്താവ് ശീമോനോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അനേക ദൈവമക്കളുണ്ട്. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. എന്നാൽ അവിടെ നിൽക്കാനല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആഴങ്ങളിലേക്ക് പോകാനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതെയോ ഈ കിട്ടിയ ചെറിയ മാനസാന്തരത്തിൽ സംതൃപ്തിപ്പെട്ട്, ഈ ചെറിയ സമാധാനത്തിൽ സംതൃപ്തിപ്പെട്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? അതെയോ ആഴങ്ങളിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ, ആത്മനിറവ് പ്രാപിക്കുവാൻ, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ, വിശുദ്ധീകരണം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ജീവിത പടകിലേക്ക് യേശു കടന്നു വന്നിട്ട് അവിടെ ഇരിക്കുകയല്ല. യേശു പറയുകയാണ്, ആഴത്തിലേക്ക് ഈ പടകൊരൽപ്പം മാറ്റാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ആഴങ്ങളിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26-27 വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തു പോയതുപോലെ പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിന് ആഴങ്ങളിലേക്ക് വരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ നിരാശകളെല്ലാം മാറും പ്രിയപ്പെട്ടവരെ, നമ്മുടെ തളർച്ചകളെല്ലാം മാറും. യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി അവൻ്റെ പിന്നാലെ അവൻ പോയതുപോലെ നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും
എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് പറയുകയാണ്, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആഴങ്ങളിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? കർത്താവ് ശീമോനോട് പറയുകയാണ്, ആഴങ്ങളിലേക്ക് നീക്കുവാൻ. ഈ കരയിൽ ഇങ്ങനെ കിടന്നാൽ പോരാ. കരയിൽ കിടക്കുന്നത് സന്തോഷകരമാണ്, പക്ഷേ ആഴങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് കാറ്റും കോളും ഇതാ ഈ പടകിലേക്ക് അടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിൻ്റെ വഴിയെ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവനവൻ്റെ ക്രൂശും എടുത്തുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശ് താങ്ങിക്കൊണ്ട് അവൻ്റെ പിന്നാലെ വരുവാൻ, ആഴങ്ങളിലേക്ക് നീക്കി എറിയുവാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. വീണ്ടും അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 5-ാമത്തെ വാക്യം. അതിനെ ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഞങ്ങളുടെ വേലകളെല്ലാം നിഷ്പ്രയോജനമാണ്. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ശിമോൻ പത്രോസ് പറയുകയാണ്, നാഥ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷേ നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം. ഞാൻ അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല കർത്താവേ, പക്ഷെ നിന്റെ വാക്കിന്, നീ പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. ദൈവത്തിൻ്റെ വചനം ശീമോൻ പത്രോസ് അനുസരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം, കർത്താവ് കൊടുത്തതായ വചനം ശീമോൻ അനുസരിക്കുകയാണ്. കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഞാൻ അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് പ്രതീക്ഷയുമില്ല, പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വാക്കിന് വലയിറക്കുന്നവരായിരിക്കണം, കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരായിരിക്കണം. സാഹചര്യം എത്ര നിരാശാജനകമാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ വചനം നാം അനുസരിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ വാക്ക് നാം അനുസരിച്ചാൽ, പ്രിയപ്പെട്ടവർ, നമ്മുടെ നിരാശകൾ മാറും, നമ്മുടെ അധ്വാനത്തിന് ഫലമുണ്ടാകും. ഇന്ന് അനേകർ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഫലം ലഭിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കിന് നാം വലയിറക്കിയാൽ നമ്മുടെ അധ്വാനത്തിന് ഫലം ലഭിക്കും. ദൈവവചനം നാം അനുസരിക്കുക. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചപ്പോൾ ശീമോൻ എന്താണ് ലഭിച്ചത്? 6 മുതലായ വാക്യം വായിക്കാം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ശീമോൻ പത്രോസ് അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ വലയിൽ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. പിന്നെ വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുവാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ അനുഗ്രഹത്തിൻ്റെ നിറവാണ് നമ്മുടെ കാണുന്നത്. അനുഗ്രഹത്തിൻ്റെ നിറവ് വല കീറാറാകുവോളം ലഭിക്കുകയാണ് ദൈവത്തിന്. ആദ്യം പത്രോസ് എന്താണ് പറയുന്നത്? കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചു. യേശുവിനെ കൂടാതെയുള്ള അധ്വാനങ്ങളെല്ലാം നിഷ്പ്രയോജനമാണ് പ്രിയപ്പെട്ടവരെ, എല്ലാം നിഷ്ഫലമാണ്. പക്ഷേ കർത്താവിൻ്റെ വചനമനുസരിച്ച് വലയിറക്കിയപ്പോൾ വല കീറാറാകുവോളം മീനെ കിട്ടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാൻ നാം തുടങ്ങിയാൽ അനുഗ്രഹ സമൃദ്ധി ദൈവം നമുക്ക് തരികയാണ്. എന്താണ് നമുക്ക് വേണ്ടത്? അത് ദൈവം തരികയാണ്. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ ആഗ്രഹപ്രകാരമല്ല. ദൈവത്തിന് വചനം അനുസരിക്കാൻ തുടങ്ങിയാൽ ദൈവം നമുക്ക് അനുഗ്രഹത്തിന് സമൃദ്ധി തരികയാണ്. ഈ അനുഗ്രഹത്തിന് സമൃദ്ധി കിട്ടിയപ്പോൾ ശീമോൻ എന്താണ് പറഞ്ഞത്? ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹം ശീമോന്റെ ജീവിതത്തിലേക്ക് ലഭിച്ചപ്പോൾ ശീമോന് പാപബോധം ലഭിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ലല്ലോ. കുറ്റബോധം ലഭിക്കുകയാണ്, ഞാൻ യോഗ്യനല്ലല്ലോ, എനിക്കിതിന് അർഹതയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ നമുക്ക് പാപബോധമാണോ കിട്ടുന്നത്? എനിക്കിതിന് യോഗ്യതയില്ല എന്നുള്ള ബോധ്യമാണോ നമുക്ക് ലഭിക്കുന്നത്? ഞാനിതിന് അർഹനല്ലല്ലോ എന്നുള്ളതായ ഒരു ചിന്തയാണോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? ശീമോൻ പത്രോസിന് ആ ഒരു ബോധ്യമാണ് ലഭിച്ചത്. അയ്യോ, ഞാൻ യോഗ്യനല്ലല്ലോ, ഞാനിതിന് അർഹനല്ലല്ലോ, ഞാനിതിന് അപാത്രമാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരിയായൊരു പാപബോധം ലഭിക്കുന്നുണ്ടോ? ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? എനിക്കിനിയും മാറ്റം വരുത്താനുണ്ട്, ഇനിയും എനിക്ക് തിരുത്താനുണ്ട്, ഞാൻ ഒന്നും ആയിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിനെ നാം തൃപ്തിയോടെയാണോ ജീവിക്കുന്നത്? ആത്മീയ ജീവിതത്തിൽ സംതൃപ്തി അപകടകരമായൊരവസ്ഥയാണ്. എപ്പോഴും നമ്മുടെ ഹൃദയത്തിലൊരു ദാരിദ്ര്യബോധം. ദൈവത്തിന് വചനം പറയും, അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്നാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ശീമോന്റെ പടക് നിറച്ച് ഇതാ മീൻ കിട്ടിയിരിക്കുകയാണ്. വലിയ അനുഗ്രഹമാണ് ലഭിച്ചത്.
അപ്പോൾ ശീമോൻ പത്രോസ് താഴുകയാണ്, എളിമപ്പെടുകയാണ്, വിനയപ്പെടുകയാണ്, പാപബോധം ലഭിക്കുകയാണ്. 10-ാം വാക്യം നമുക്ക് വായിക്കാം. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശീമോന് വാഗ്ദത്തം കൊടുക്കുകയാണ്. ഈ വലിയ അനുഗ്രഹമെല്ലാം ലഭിച്ചപ്പോൾ ശീമോൻ പത്രോസിന്റെ ജീവിതത്തിൽ പാപബോധം ലഭിച്ചു. കർത്താവേ, ഞാനിതിന് യോഗ്യനല്ല, കർത്താവേ നീ എന്നെ വിട്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം ശീമോന് വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. ശീമോനെ, നീ ഇന്ന് ജീവനുള്ള മീനെ പിടിച്ച് കൊല്ലുന്നവനാണ്, എന്നാൽ ആത്മാവിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ജീവൻ കൊടുക്കുന്ന മനുഷ്യരെ പിടിക്കുന്നതായ ഒരു ജോലി ഞാൻ നിന്നെ പരമേൽപ്പിക്കുകയാണ്. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു സ്വർഗീയ വാഗ്ദത്തമാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും ജീവനുള്ള ക്രിസ്തു പറയുകയാണ്, മകനെ, നിനക്കും നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന്. മനുഷ്യരെ പിടിക്കുന്ന ജോലി നിനക്ക് തരാമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന് വേല ശീമോൻ പത്രോസ് ശീമോനിൽ കാണുകയാണ്. അവൻ്റെ ഭാവിയിൽ ഇന്നവൻ ഒരു മുക്കുവനാണ്, പക്ഷേ മനുഷ്യരെ പിടിക്കുന്നതായൊരു വേല ഞാൻ നിന്നെ പരമേൽപ്പിക്കുകയാണ്. ശീമോൻ പത്രോസിൽ ഒരു വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ് കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മളും കർത്താവ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നമ്മയും വലിയ പ്രതീക്ഷയോടാണ് കർത്താവ് കാണുന്നത്. സഹോദര, നിനക്ക് മനുഷ്യനെ പിടിക്കുന്ന ജോലി നീ കൊതിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന് വേല ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ വാഗ്ദത്തമെല്ലാം കിട്ടിയിട്ട് അടുത്ത വാക്യം എന്താണ്? 5-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, പത്രോസിന് ലഭിച്ച അനുഗ്രഹത്തിന് പിന്നാലെയല്ല പത്രോസ് പോയത്, പിന്നെയോ അനുഗ്രഹം തന്നവന്റെ പിന്നാലെ പത്രോസ് പോയി. ഇന്ന് അനേകര് അനുഗ്രഹത്തിന് പിന്നാലെയാണ്, രോഗസൗഖ്യത്തിന് പിന്നാലെയാണ്, ഈ ഭൂമിയിലെ കടബാധ്യത മാറിക്കിട്ടിയാൽ അതിൻ്റെ പിന്നാലെയാണ്. എന്നാൽ ശീമോൻ പത്രോസ് അങ്ങനെയല്ല ചെയ്തത്. തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് പിന്നാലെ പോകാതെ അനുഗ്രഹം തന്നവന്റെ പിന്നാലെ പോയി, എല്ലാം വിട്ടിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദര, നിനക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ജീവനുള്ള ദൈവം നിനക്ക് തന്നത്. നീ യേശുവിൻ്റെ പിന്നാലെ പോകാൻ നീ തുടങ്ങിയോ? യേശുവിനെ അനുഗമിക്കാൻ നീ തുടങ്ങിയോ? യേശുവിൻ്റെ ഒരു ശിഷ്യനാകാൻ നീ തുടങ്ങിയോ? നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം വരുന്നുണ്ടോ? ഇതുവരെ നിന്നെ നടത്തിയതായ, നിന്നെ അനുഗ്രഹിച്ചവനായ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനം നിനക്ക് എടുക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടക്കാം, യേശുവിൻ്റെ കുരിശിലേക്ക് നമുക്ക് നോക്കാം. നമ്മളെ അനുഗ്രഹിച്ചവനായ, നമ്മെ പോറ്റി പുലർത്തിയവനായ, ഇതുവരെ നമ്മെ നടത്തിയവനായ, അനുഗ്രഹം കൊണ്ട് നമ്മെ നിറച്ചവനായ ഈ യേശുവിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ പ്രിയരെ. ഇത് നമുക്ക് മനുഷ്യരെ പിടിക്കുന്നവരായി തീരാം, യേശുവിന് ശിഷ്യരാകാം, യേശുവിന് വേലയ്ക്കായി നമ്മൾ ഇതിനെ സമർപ്പിക്കാം. ഇതായ ശീമോന്റെ നിരാശ മാറുകയാണ്. എല്ലാം വിട്ട്, പടകും വലയും വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുകയാണ്. ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, യേശുവിൻ്റെ ഒരു ശിഷ്യനാകാൻ തീരുമാനമെടുക്കുന്നുണ്ട്, യേശുവിനെ ആരെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്, സഹോദരാ, നിന്റെ നിരാശ മാറിക്കിട്ടും. നിനക്കൊരു നല്ല ഭാവിയുണ്ട്. നീ യേശുവിനെ വിളിക്കുക, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, യേശുവിൻ്റെ പിന്നാലെ പോകുക, യേശുവിൻ്റെ ഒരു അടിമയാകുക, യേശുവിൻ്റെ ഒരു ശിഷ്യനാകുക, യേശുവിൻ്റെ ഒരു വേലക്കാരനാകുക. നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നിരാശകളെ അവിടുന്ന് മാറ്റുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.